ഇസ്രയേലിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇറാന്റെ ആക്രമണത്തിൽ നിന്നും സ്വയരക്ഷാർത്ഥം അവർ സജ്ജീകരിച്ചിട്ടുള്ള മമാദുകൾ, അതോടൊപ്പം തന്നെ ബങ്കറുകൾ, ഷെൽട്ടറുകൾ എന്നിവയിൽ ഒളിക്കാൻ അവിടുത്തെ ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് വരികയും അതോടൊപ്പം തന്നെ ഇത് സർക്കാരിനോ സംവിധാനങ്ങൾക്കോ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ ആദ്യം ഒളിക്കാൻ ജീവനാകുമ്പോൾ ആർക്കും ഭയമുണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ ഒളിക്കുന്നതിന് വേണ്ടി ആളുകൾ പരസ്പരം സംഘർഷത്തിലും കലാപത്തിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ ലോ ആൻഡ് ഓർഡർ വിഷയമായി ഇപ്പോൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബങ്കറുകളൊക്കെ വീടുകളോടും ഓഫീസുകളോടും ഒക്കെ ചേർന്ന് ഉണ്ടാക്കുന്നതാണെങ്കിൽ മമാദുകളും വീടുകൾക്കുള്ളിൽ സജ്ജീകരിക്കുന്ന പ്രത്യേക മുറികളാണ്. ആ മുറികൾ വളരെ തിക്നെസ് കൂടിയ കോൺക്രീറ്റ് പാളികൾ കൊണ്ടും മറ്റുമൊക്കെയാണ് സജ്ജീകരിക്കുക. വേണമെങ്കിൽ ഒരു ജയിൽ പോലെ അത്ര തന്നെ ഇടുങ്ങിയ രീതിയിലുള്ള സംവിധാനമായിരിക്കും. അതുകൊണ്ട് തന്നെ കുറേ കാലത്തേക്ക് അതിനകത്ത് കഴിയാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി അവിടെ ഉണ്ട്. കാരണം ഒന്നാമത് ഇതിനകത്തേക്ക് വൈദ്യുതി ഇല്ലാത്തൊരു സാഹചര്യം, പ്രത്യേകിച്ച് ഇസ്രയേലിൻ്റെ പവർ സ്റ്റേഷനുകളിൽ പലതും ഇറാൻ ആക്രമിച്ച് തകർത്തിരിക്കുന്നു. വൈദ്യുത സംവിധാനങ്ങൾ പലയിടങ്ങളിലും നിലച്ച സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇടുങ്ങിയ ഈ മുറിക്കുള്ളിൽ പല സമയത്തും കഴിയേണ്ടി വരിക എന്നത് ഇസ്രയേലികളെ സംബന്ധിച്ചിടത്തോളം അസഹനീയമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഉള്ളത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇസ്രയേലികളുടെ സ്വയരക്ഷയ്ക്ക് എപ്പോഴും അവർ തേടുന്നൊരു കാര്യം ബങ്കറുകൾ ഉണ്ടാക്കുക, ബങ്കറുകൾ സജ്ജീകരിച്ച് മുന്നോട്ട് പോവുക. അതിപ്പോൾ അധികമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ വരികയാണ്. ഇറാന്റെ ആക്രമണ മുന്നറിയിപ്പും സൈറണുകളും മുഴങ്ങുമ്പോൾ ബങ്കറുകൾ കഴിയാനുള്ള തിക്കും തിരക്കും ഇപ്പോൾ അവിടെ പതിവ് കാഴ്ചയാണ് എന്നതും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഇതൊരു സംഘർഷത്തിലേക്ക് പോകുമ്പോൾ സ്വദേശി വിദേശി എന്ന വിവേചനവും ബങ്കറുകളിൽ പ്രവേശിക്കുന്നതിനിടയിൽ നടക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരികയാണ്. സ്വദേശികൾക്കാണ് ബങ്കറിൽ മുൻഗണന എന്നും വിദേശികൾ പിന്നെ മതി എന്നുമെല്ലാമാണ് ചില തീവ്ര സയനിസ്റ്റ് ചിന്താഗതിക്കാർ ഈ വിഷയം മുന്നോട്ട് വെച്ചുകൊണ്ട് പറയുന്നത്. അത് വലിയ രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കുകയും ചെയ്തതാണ്. വീടുകളിലെ ബങ്കറുകൾക്ക് പുറമെ പൊതുനിരത്തുകളിലും നഗരങ്ങളിലുമെല്ലാം ഷെൽട്ടറുകളും ബങ്കറുകളും ഇസ്രയേൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വാർത്തയിൽ പരിശോധിക്കുന്നത് എന്താണ് ബങ്കർ, എന്താണ് ഷെൽട്ടർ, എന്താണ് മമാദ്, അവിടെ എന്തൊക്കെയാണ് അനുവദനീയമായിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള കാര്യമാണ്. ഇവിടങ്ങളിൽ കയറി പറ്റുന്നതിനാണ് തിക്കും തിരക്കും ഒക്കെ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മുകളിൽ പറഞ്ഞു. ഇസ്രയേലിൽ സ്വയരക്ഷാർത്ഥം ഓരോ വീടുകളിലും ബങ്കറുകളും മമാദുകളും ഉണ്ട് എന്നുള്ളതാണ്. അത് പണിയണം എന്നുള്ളത് അവിടുത്തെ ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന കൃത്യമായ ടൗൺ പ്ലാനിങ്ങിൻ്റെ അല്ലെങ്കിൽ ഹോം പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. വീട് നിർമ്മാണത്തിൻ്റെ പ്ലാനിങ്ങിൻ്റെ ഈ ഭാഗമാക്കിയിട്ടുണ്ട്. ഒപ്പം ഡിജിറ്റൽ രജിസ്ട്രേഷനും ഇവർ നടത്തണം. അപായ സൈറണുകൾ, സിഗ്നലുകൾ എന്നിവ നൽകുന്ന ആപ്ലിക്കേഷനുകളും നിർബന്ധമായും ഓരോ പൗരനും അത് അവൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഹോം ഫ്രണ്ട് ഡിഫൻസ് എന്ന പേരാണ് സർക്കാർ ഇതിനിട്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ബങ്കർ, മമാദ് സംവിധാനങ്ങളെ ഇസ്രയേൽ സർക്കാർ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് സിവിൽ ഡിഫൻസിൻ്റെ, ദേശീയ പ്രതിരോധത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടാണ് സർക്കാർ കാണുന്നത്. ഒന്നാമത്തേത് മമാദാണ്. മമാദ് എന്നാൽ വീടകങ്ങളിൽ ശക്തമായ ഒരു സുരക്ഷാ മുറിയാണ്. 1992 ശേഷം നിർമ്മിച്ച എല്ലാ അപ്പാർട്ട്മെൻറ്റുകളിലും വീടുകളിലും ഓരോ മമാദ് ഉണ്ടായിരിക്കണം എന്നത് സർക്കാരിൻ്റെ നിഷ്കർഷമായ ഒരു ഉപാധിയാണ്. ചെറുതും വളരെ ശക്തമായി ഉറപ്പിച്ചതുമായ ഒരു മുറിയാണത്. 30 സെൻറ്റിമീറ്റർ കട്ടിയുള്ള കോൺക്രീറ്റുകൾ കൊണ്ടാണ് അതിൻ്റെ മതിലുകൾ പണിയേണ്ടത്. വായുസഞ്ചാരമില്ലാത്ത ലോഹവാതിലുകളും ജനലുകളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അടിയന്തര വെന്റിലേഷൻ, സ്ഫോടന പ്രതിരോധ ഷട്ടറുകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയെല്ലാം അതിലൊരുക്കണം. ഇതിൽ വായു സഞ്ചാരം എന്ന് പറയുന്നത് പൂർണ്ണമായും ഇല്ല എന്ന അർത്ഥത്തിലല്ല, മറ്റ് പുറത്തേക്ക് കാണുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ആ സംവിധാനങ്ങൾ ഒരുക്കാൻ പാടില്ല എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശരിയായ സീലിങ്ങോടെ ഷ്രാപ്നൽ, രാസജൈവ ആക്രമണങ്ങൾ എന്നിവ തടയാൻ സാധിക്കണം. ഒരു പരിധിവരെ കോൺക്രീറ്റ് പാളികൾ തകർന്ന് വീഴുന്നത് തടയുന്ന തരത്തിലുമായിരിക്കണം നിർമ്മാണം എന്നുകൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതിൻ്റെ വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒരുക്കുന്ന സംവിധാനമാണ് മിക്ലാറ്റിം അഥവാ ബോംബ് ഷെൽട്ടറുകൾ. സ്കൂളുകൾ, മാളുകൾ, പാർക്കുകൾ, ബസ് സ്റ്റോപ്പുകൾ തുടങ്ങിയവയിൽ കൂടുതലായിട്ടും ഇത് കാണപ്പെടുന്നുണ്ട്. സാധാരണഗതിയായി ഭൂഗർഭ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സംവിധാനത്തിലോ ഒക്കെയാണ് ഇത് നടപ്പിലാക്കുക. ഹോം ഫ്രണ്ട് കമാൻഡ് അല്ലെങ്കിൽ പ്രാദേശിക മുനിസിപ്പാലിറ്റികൾ എന്നിവയൊക്കെയാണ് ഇതിൻ്റെ പരിപാലനം നടത്തുക. ഇത്തരം കേന്ദ്രങ്ങളിൽ വെള്ളം, ഭക്ഷണം, പ്രഥമ ശുശ്രൂഷ, അടിസ്ഥാന വൈദ്യുതി, കിടക്കകൾ എന്നിവ സജ്ജീകരിക്കണം. മറ്റൊന്ന് അതിർത്തി പ്രദേശങ്ങളിൽ സജ്ജീകരിക്കുന്നവയാണ്. മൊബൈൽ കമ്മ്യൂണിറ്റി ഷെൽട്ടറുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഡെറോട്ട് അല്ലെങ്കിൽ കിര്യത്ത് ഷ്മോണ പോലെയുള്ള
അതിർത്തി പ്രദേശങ്ങളിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. പൊതു ഇടങ്ങളിൽ ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കി വിടുന്ന പ്രീ ഫാബ്രിക്കേറ്റഡ് കോൺക്രീറ്റ് പാഡുകളാണ് ഇവ. അടിസ്ഥാന സൗകര്യങ്ങൾ കുറവുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലകളിൽ പെട്ടെന്ന് പ്രവേശനം ലഭ്യമാക്കുകയാണ് ഇവ കൊണ്ടുള്ള ഉദ്ദേശം. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഇനി മറ്റൊന്നുള്ളത് ബങ്കറുകളാണ്. നമ്മൾ സ്ഥിരമായിട്ട് വാർത്തകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ബങ്കർ. വീടുകളോട് ചേർന്നും ഓഫീസ്, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്നിവയിലുമെല്ലാം ബങ്കറുകൾ കാണാം. ഇവ കൂടുതലും അണ്ടർഗ്രൗണ്ട് സംവിധാനത്തോടു കൂടി ചേർന്ന് നിൽക്കുന്നതാണ്. കൂടുതൽ വിസ്തൃതിയുള്ളതും വിശാലമായതും അതുപോലെ തന്നെ ഒരു വീട് പോലെ വീടിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ സജ്ജീകരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ വീടിലെ സൗകര്യങ്ങളൊക്കെ താഴെ സജ്ജീകരിച്ചു കൊണ്ടുള്ള വിശാലമായ സംവിധാനമാണ് ഈ ബങ്കറുകൾ എന്ന് പറയുന്നത്. പലപ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതോടൊപ്പം തന്നെ IDF ഉദ്യോഗസ്ഥരും എല്ലാം ബങ്കറുകളിൽ ഇരുന്ന് യോഗം ചേർന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഒരു യോഗമൊക്കെ ബങ്കറുകളിൽ ചേരണമെങ്കിൽ അത്രമാത്രം വിസ്താരവും വിസ്തീർണവും ഒക്കെയുള്ള സ്ഥലങ്ങളായിരിക്കും ഈ ബങ്കർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ വീടിൻ്റെ മതിലുകളോട് ചേർന്നാകെ പിന്നെ ഇത് സജ്ജീകരിക്കുക. പെട്ടെന്ന് ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ അതൊരു ചുറ്റുമതിൽ മാത്രമായി, അല്ലെങ്കിൽ അത് ഒരു പർവ്വതമാണെങ്കിൽ ആ പർവ്വതത്തിൻ്റെ അതിൻ്റെ ഓപ്പൺ അല്ലെങ്കിൽ വാതിൽ എന്ന് പറയുന്നതും ആ പർവ്വതത്തിൻ്റെ സമാനമായിട്ടുള്ള സാഹചര്യം കൊണ്ട് ഉണ്ടാക്കിയതോ നിർമ്മിച്ചതോ ഒക്കെ ആയിരിക്കും. സൈറൺ അല്ലെങ്കിൽ മൊബൈൽ അലർട്ട് എന്നിവ വന്നാൽ അവർ ബങ്കറുകളിൽ പ്രവേശിച്ചിരിക്കണമെന്നാണ്. ഓരോ പ്രദേശത്തെയും ആസ്പദമാക്കി ചില സെക്കൻഡുകളുടെ ദൈർഘ്യമാണ് സൈറൺ കേട്ടാൽ ജനങ്ങൾക്ക് ഒളിക്കുവാനായിട്ട് നൽകിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പോൾ വളരെ സെൻസിറ്റീവ് ഏരിയയിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇത്ര സമയത്തിനുള്ളിൽ അവർ അകത്തേക്ക് പ്രവേശിച്ചിരിക്കണമെന്നാണ്. സ്റ്റഡോററ്റ് എന്ന് പറയുന്ന പ്രദേശത്ത് 10-15 സെക്കൻഡിനുള്ളിൽ തന്നെ ഈ സൈറൺ മുഴങ്ങി, അല്ലെങ്കിൽ ഫോണിൽ ഇത്തരത്തിലുള്ളൊരു സൈറൺ വന്നു കഴിഞ്ഞാൽ, മുന്നറിയിപ്പ് സന്ദേശം വന്നു കഴിഞ്ഞാൽ 15 സെക്കൻഡിനുള്ളിൽ അവർ ഷെൽട്ടറുകളിലോ ബങ്കറുകളിലോ ഒളിച്ചിരിക്കണമെന്നാണ്. ടെലവീവിലേക്ക് വന്നാൽ ഇത് 1.5 മിനിറ്റാണ്. 90 സെക്കൻഡ് സമയത്തിനകം അവർ ഒളിച്ചിരിക്കണം. ഹൈഫയിലാണെങ്കിൽ 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഒരു 60 സെക്കൻഡിനുള്ളിൽ അവർ ആ ബങ്കറുകൾക്കുള്ളിൽ പ്രവേശിച്ചിരിക്കണമെന്നാണ്. ആ സമയത്തിനുള്ളിൽ ഒളിച്ചിരിക്കണം എന്നതാണ് അവിടുത്തെ നിയമം. ബങ്കറുകളിലും ഷെൽട്ടറുകളിലും ഒളിക്കുവാനായി പ്രത്യേക പരിശീലനവും ഇസ്രായേൽ അവിടുത്തെ ആളുകൾക്ക് നൽകി വരുന്നുണ്ട്. അതിനായി മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിച്ചു വരാറുണ്ട്. മുറികൾ എങ്ങനെ അടയ്ക്കാം, അടിയന്തര കിറ്റുകൾ എങ്ങനെ തയ്യാറാക്കാം, പണിമുടക്കുകളിൽ എങ്ങനെ പെരുമാറാം എന്നതിനെക്കുറിച്ചൊക്കെ ഹോം ഫ്രണ്ട് കമാൻഡ് പൊതുജന അവബോധ ക്യാമ്പയിനുകൾ അവിടെ നടത്തി വരുന്നുണ്ട്. ഒരു ഷെൽട്ടറിനുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളുമായി കടന്നു ചെല്ലാനൊന്നും പറ്റില്ല. വെള്ളം, ഉണങ്ങിയ ഭക്ഷണം മാത്രമേ പാടുള്ളൂ. അതും 3 ദിവസത്തേക്ക് മാത്രമെന്ന് നമ്മൾ ഓർക്കണം. പിന്നെ മരുന്നുകൾ, ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന റേഡിയോ, ഫ്ലാഷ് ലൈറ്റ്, ബാറ്ററികൾ, ഗ്യാസ് മാസ്കുകൾ, ഫോൺ ചാർജറുകൾ, പവർ ബാങ്കുകൾ, കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, അടിസ്ഥാന ശുചിത്വ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ മാത്രമേ കയ്യിൽ കരുതാൻ പാടുള്ളൂ എന്നാണ്. ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ളയും ഹൂത്തികളും മറ്റ് മിലീഷ്യകളും ആക്രമണം ആരംഭിച്ച ആദ്യ നാൾ മുതൽ തന്നെ രഹസ്യ കേന്ദ്രങ്ങൾ ഇസ്രയേൽ സ്ഥാപിച്ചു തുടങ്ങിയിരുന്നു എന്നത് നമുക്ക് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ വ്യക്തമാകും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ കേന്ദ്രങ്ങളും മതിയാകാതെ വരുന്നതോടെ തുരങ്കപാതകളിൽ ഉൾപ്പെടെ അഭയം തേടുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ഇവിടങ്ങളിൽ ആളുകൾ, അഥവാ ഈ തുരങ്കപാതകൾ എന്ന് പറയുന്നത് അണ്ടർവേ ആണല്ലോ, ഈ അണ്ടർവേകളിൽ, ഈ തുരങ്കപാതകളിൽ ആളുകൾ അവരുടെ വില കൂടിയ കാറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ കാറുകളും വാഹനങ്ങളും ഒക്കെയായിട്ട് വരുന്നത് അവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ പ്രവേശനം ലഭ്യമാക്കുന്നത് തടയും എന്നത് സംബന്ധിച്ച വലിയ തർക്കങ്ങളൊക്കെ എക്സ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ പ്രതിഷേധമായി അവിടെ ഉയർന്നു വരുന്നുണ്ട്. അതിനിടെ സുരക്ഷിതമല്ലാത്ത ഇസ്രായേൽ വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് അഭയം തേടിപ്പോകുന്നവരുടെ എണ്ണവും അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ദ്വീപ് രാഷ്ട്രമാണ് സൈപ്രസ്. ആ സൈപ്രസിലേക്ക് ബോട്ടുകളിലും മറ്റും കുടുംബസമേതം പലായനം ചെയ്യുകയാണ് ഇപ്പോൾ സയനിസ്റ്റുകൾ. അത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കിട്ടുന്ന വിമാനങ്ങളിൽ ചാർട്ട് ചെയ്തോ അല്ലാതെയോ ഒക്കെ വില കൂടിയ ടിക്കറ്റുകൾ നൽകിക്കൊണ്ട് തന്നെ അവർ മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കുകയുമാണ്. പ്രധാനമായിട്ടും അവർ കപ്പൽ ഗതാഗതത്തെ അതിനായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് കൂടിയാണ്. കപ്പൽ ഗതാഗതം ഇപ്പോൾ വലിയ രീതിയിൽ താറുമാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഗതാഗതം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറി മാതൃരാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയും അതോടൊപ്പം തന്നെ ജൂതർക്ക് അടിസ്ഥാന വേരുകളുള്ള മറ്റു രാഷ്ട്രങ്ങളിലേക്കോ ഒക്കെ അവർ കയറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ ഏറ്റവും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ബങ്കർ സിസ്റ്റങ്ങൾ കൂടുതലായിട്ട് ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി എത്തിക്കുവാനുള്ള തത്രപ്പാടിലാണ് ഇസ്രായേൽ ഭരണകൂടം. എന്നാൽ അത് പലപ്പോഴും വലിയ സംഘർഷങ്ങളിലേക്കും മുന്നോട്ട് പോകുന്നു എന്നത് ജെറുസലേം പോസ്റ്റ് പോലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്.